മോരൊഴിച്ച് വഴുതനങ്ങ കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതിനായിട്ട് ഞാനിവിടെ വഴുതനങ്ങ ചെറുതായി കീറിയതും പച്ചമുളക് നെടുകെ പിളർന്നതും സവോളയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിന് അരപ്പ് ചേർത്ത് നല്ലൊരു കറി തയ്യാറാക്കാം. മോരുകറിക്ക് അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഉണക്കക്കാന്താരിയും ചെറിയ ജീരകവും തേങ്ങായും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായി മിക്സിയിൽ അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ അരപ്പും കൂടെ ചേർത്തിട്ട് ബാക്കി ഞാൻ കാണിക്കാം. വഴുതനങ്ങ കുക്കറിൽ ഞാൻ ഒരു 2 വിസിൽ അടുപ്പിച്ചായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ചട്ടിയിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആ മോരും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഞാൻ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞളിട്ട് വേവിച്ചത് കൊണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് അരപ്പിന് പിന്നെ മഞ്ഞൾ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പൊ നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. ഒന്ന് ചെറുതായി ചൂടാക്കിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. ഞാൻ മോരുകറിക്ക് കടുക് വറുക്കുന്നതിനായിട്ട് എണ്ണ ചൂടായപ്പോൾ കുറച്ച് ഉലുവയും കടുകും ആദ്യം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്ന മുളക് 2ആയി കണ്ടിച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഇതൊന്ന് വാങ്ങി വെക്കാം. തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. മോരുകറി അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല കൊഴുപ്പായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു വഴുതനങ്ങ മോരുകറിയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.